ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഇല്ലേ, അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ബാക്കി ഇത്തിരി കൂടെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 60ന്റെ 40% 40ന്റെ 60% തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 60ന്റെ 40% എത്രയെ കാണാം, അതുപോലെ ദെൻ നമ്മൾ എന്ത് ചെയ്യണം? 40ന്റെ 60% എത്രയെ കാണാം, എന്നിട്ട് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾക്ക് ഇത് കാണാം, 60യുടെ 40%. 60 എന്ന, അപ്പോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക 60 എന്നൊരു നമ്പർ ഉണ്ട്, അത് 100% ആണ്. 60 നമ്പർ എത്രയാണ്? 100% ആണ്. അപ്പൊ അതിന്റെ 40% നമ്മൾ എങ്ങനെയാ കാണുക? നമ്മള് ആ നമ്പർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 60ന്റെ അല്ലേ. അപ്പൊ 60 ഇൻറ്റു നമുക്ക് തന്ന പെർസെന്റേജ് 40 അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 40/100 ചെയ്യണം. പെർസെന്റേജ് ആണ് തന്നത് എങ്കിൽ നമ്മൾ ആ പെർസെന്റേജ് ബൈ 100 ചെയ്യണം അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി. ഇതിനെ 10 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും പോയി. ബാക്കി 6 × 4 ഇറ്റ്സ് ഈക്വൽ ടു 20. 12 × 12 24 അല്ലേ. ഇക്വൽ ടു 24. ഇപ്പൊ കിട്ടിയത് എന്താണ്? ഈ 60യുടെ 40% 24 ആണ് കിട്ടി. രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 40യുടെ 60%. 40 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഈക്വൽ ടു ഈ സീറോയും ക്യാൻസലായി, ഈ സീറോയും ക്യാൻസലായി. ബാക്കി എത്രയാണ്? 4 ഇൻറ്റു 6 is equal to 4 into 6. 4 into 6 then again 24 കിട്ടും. ഇപ്പോ ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഡിഫറൻസ് എത്രയാണ്? 24 - 24 0. അതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് അറിയോ? അതായത് 20യുടെ 40% ഉണ്ട്. നമുക്ക് 20 എന്ന നമ്പർ ഉണ്ട്. ഈ നമ്പറിന്റെ 40%. ഓക്കെ, ഈ നമ്പറിന്റെ 40%. അതുപോലെ 50 എന്നുള്ള നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ 30%. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടുമല്ലോ. ആ നമ്പറിന്റെ അതിന്റെ 50% എത്രയാണ്? അതാണ് കണ്ടുപിടിക്കുന്നത്. 20യുടെ 40%ഉം 50യുടെ 30% ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, അത് ഏത് നമ്പറിന്റെ 50% ആണെന്ന് കിട്ടുന്നത്. ഇത് ഏതോ നമ്പറിന്റെ 50% ആയിരിക്കും. അത് ഏത് നമ്പറിന്റെ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം 20യുടെ 40% കാണും. അപ്പൊ 20യുടെ 40% കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 20 ഇൻറ്റു 40/100 ചെയ്യാം. ഈ 0 രണ്ടും ക്യാൻസൽ ചെയ്ത് ഈ 2 0യും ക്യാൻസൽ. ഇറ്റ് ഇസ് ഈക്വൽ ടു 2 × 4 ഇറ്റ് ഇസ് ഈക്വൽ ടു 8. ഇപ്പൊ 20യുടെ 40% 8 ആണെന്ന് കിട്ടി. ഇനി അതുപോലെ 50യുടെ 30% കാണും. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 50 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100. ഈ 0യും ഇതും ക്യാൻസൽ ചെയ്ത് ബാക്കി എത്രയാണ്? 5 × 3 ഇറ്റ് ഇസ് ഈക്വൽ ടു 15. ഇപ്പൊ നമുക്ക് ഇത് രണ്ടും കിട്ടി. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും അല്ലേ. അത് രണ്ടും ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 8ഉം 15. 8 + 15 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 23 എന്ന് കിട്ടും. ഇത് ഏതോ ഒരു നമ്പറിന്റെ 50% ആണ്. ഏത് നമ്പറിന്റെ ആണ് അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏതോ ഒരു നമ്പറിന്റെ 50% ആണെന്നല്ലേ പറഞ്ഞത്. ഏത് നമ്പറിന്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 23 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 50 ചെയ്യണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്തിനാന്ന് വെച്ചാല് നമുക്ക് ഇവിടെ ഇത് ഏത് നമ്പറിന്റെ പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കുക. നമ്പർ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈക്വൽ ടു 23 ഇൻറ്റു ഇത് എത്രയാണ്? 2 എന്നാണ് അല്ലേ. ഇറ്റ്സ് ഈക്വൽ ടു എന്താണ്? 46ന്റെ 50% ആണ്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വന്നോ? എന്നാ നിങ്ങൾ ഈ കാര്യം നോക്ക്. ഇത് ഈ 23 എന്ന് പറഞ്ഞ ഏതോ നമ്പറിന്റെ 50% അല്ലേ.
50% പറഞ്ഞാൽ 50% പറഞ്ഞാൽ 100%ത്തിന്റെ പകുതിയല്ലേ. അപ്പൊ നമുക്ക് ആ 100% കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത് 50%, ഇത് 50% ആണ്. നമുക്ക് കിട്ടേണ്ടത് അതിന്റെ 100% ആണ്. 100% കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 50% കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 100% ആവില്ലേ? ഇത് 50%. ഒരു 50% കൂടെ ആഡ് ചെയ്യുക പറഞ്ഞാൽ ഒരു 23 കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്രയാവും? 23 + 23 that is 46. അതാണ് ഇത്. കണ്ടോ? അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ആണ് ഒരു നമ്പർ ഉണ്ട്. നമ്പർ എന്തോ ആവട്ടെ, ഇതാണ് ആ നമ്പർ വിചാരിക്കും. ഇതിനുള്ളിൽ ആ ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പറിന്റെ 10% എന്ന് 10% എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്താണ്? ഞാൻ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ 10% ആണ് എന്ത്? 1.5. നമ്മൾ കാണേണ്ടത് 100% എത്രയാണെന്ന്. എങ്ങനെ ഇതിന്റെ 100% കാണാം? ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് 100 കിട്ടിയത് ആണല്ലോ. അപ്പൊ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. അപ്പൊ എത്രയായിരിക്കും? 115. അതായിരിക്കും ആൻസർ വരിക. പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നതും സെയിം സാധനം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1.5 into 10/100 ചെയ്യാം. ഓക്കെ, സോറി, 10/100 അല്ല, 100/10. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സീറോ ക്യാൻസൽ ആവും. അതായത് 1.5 into 10 which is equal to 15. കണ്ടോ? കിട്ടിയല്ലേ? അതന്നെ. അപ്പൊ ഇവിടെ പറഞ്ഞത് 1.5 എന്ന് പറഞ്ഞാല് 15ന്റെ 10%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ വെച്ചാല് കണ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. ഓക്കെ, കണ്ണന്റെ കയ്യിൽ 600 രൂപയുണ്ട്. 600 rupees ഉണ്ട്. കണ്ണൻ അതിന്റെ 50% ഉണ്ടല്ലോ, അതെത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അറിയത്തില്ല. ആ 50% ആർക്ക് കൊടുത്തു? തോമസിന് കൊടുത്തു. ഓക്കെ, തോമസിന് കൊടുത്തു. തോമസ് എന്ത് ചെയ്തു? അവന് കിട്ടിയതിന്റെ 33 and 1/3% ഉണ്ടല്ലോ. ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. 33 1/3% ആർക്ക് കൊടുത്തു? ഹംസക്ക് കൊടുത്തു. അപ്പൊ ഹംസക്ക് എത്ര രൂപ കിട്ടി? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയുന്ന എന്താ? കണ്ണന്റെ അടുത്ത് 600 rupees നിന്നു അതിന്റെ 50% തോമസിന് കൊടുത്തു. അപ്പൊ തോമസിന് കിട്ടിയത് എത്രയായിരിക്കും ഫസ്റ്റ് കാണാം. അപ്പൊ കണ്ണന്റെ അടുത്തുണ്ടായിരുന്ന എത്രയാണ്? 600 ആണ്. അപ്പൊ തോമസിന് കിട്ടിയത് എത്രയാണ്? 50% ആണ്. അപ്പൊ അത് എത്രയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 600 into 50 divided by 100 ചെയ്യാം. It's equal to ഈ 0 ഈ 2 ക്യാൻസൽ ചെയ്തു, ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്തു. ഓക്കെ, 60 into 5 is equal to 300. ഈ 300 ആണ് ആർക്ക് കിട്ടിയത്? തോമസിന് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ തോമസിന് കിട്ടിയ ഈ പൈസ ഉണ്ടല്ലോ, തോമസിന് കിട്ടിയത് 300 ആണ്. അതിൽ നിന്നും 33 1/3% നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് ഇനി എന്ത് ചെയ്യണം? 300ന്റെ 33 1/3% എത്രയാണ്? അതിനാദ്യം ഈ 33 1/3% മര്യാദയ്ക്ക് ഒരു പെർസെന്റേജ് ആക്കാം. അപ്പൊ നമ്മൾ 3 അടിയിൽ എഴുതണം. അപ്പൊ 3 into 33 എത്രയാ? 99 plus 1 100. ഇത്ര പെർസെന്റേജ് ഉണ്ട്. ഇത് 300ന്റെ ഇത്ര പെർസെന്റേജ് നമ്മൾ കാണണം. അപ്പൊ അത് കാണണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഒരു ഫ്രാക്ഷൻ ആണ്. ഇതുവരെ നമ്മൾ 50% ഒക്കെ പഠിച്ചത്. ഇതൊരു ഫ്രാക്ഷൻ അല്ലേ, ഭിന്നസംഖ്യയല്ലേ. ഭിന്നസംഖ്യ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പഠിച്ചിട്ടുള്ളത്? ആദ്യം നമ്മളെ കയ്യിലുള്ള പൈസ എത്ര എഴുതാം? 300 into ഇനി ഈ തന്നിട്ടുള്ള പെർസെന്റേജ് ഉണ്ടല്ലോ, അത് എഴുതാം. ഇതെത്രയാ? 100/3 into ഇനി നമ്മൾ ചെയ്യേണ്ടത് 1/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു ഈ 100 ഉണ്ടല്ലോ, ഇത് 0 ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 300 into 1 into 1, അതായത് 300 divided by 3 into 1, അതായത് 3 is equal to 100. ഇത് നമുക്ക് എന്ത് കിട്ടി?
100 rupees ആണ് ആർക്ക് കിട്ടിയത്? തോമസിന് കിട്ടിയത്. തോമസിന് കിട്ടിയ പൈസ എന്താണ്? തോമസിന് കിട്ടിയത് 33 1/3% ആയിരുന്നു. അതിന് പറഞ്ഞത് 100 rupees ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കാം. താങ്ക് യു. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ബൈ.